بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വലിയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ ശരിക്കും സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? നമ്മൾ പുറത്ത് ചിരിക്കുന്നു, മറ്റുള്ളവരോട് സംസാരിക്കുന്നു, ജോലിക്ക് പോകുന്നു, കച്ചവടം ചെയ്യുന്നു, സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നു. പക്ഷേ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ മാത്രം ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനുള്ളിൽ എന്താണ് നടക്കുന്നത്? അത് അള്ളാഹുവിന് അറിയാം. ഒരു പക്ഷേ ആരും അറിയാത്ത ഒരു വേദന നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടാകാം. ആരോടും പറയാൻ കഴിയാത്ത ഒരു വിഷമം, ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ ഒരു സ്വപ്നം, നമ്മെ വേദനിപ്പിച്ച ഒരാളുടെ ഓർമ്മ, കടബാധ്യത, കുടുംബ പ്രശ്നം, ജോലിയിലെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊരവസ്ഥ. സഹോദരങ്ങളെ, അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? പലപ്പോഴും ആരും ഉണ്ടാകാറില്ല. ഫോൺ എടുത്ത് വിളിക്കാൻ ഒരാളില്ല, മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളില്ല, നമ്മുടെ വേദന മനസ്സിലാക്കാൻ ഒരാളില്ല. അതൊക്കെ നമ്മൾ കൈകൾ ഉയർത്തും, കണ്ണുകൾ അടയ്ക്കും, മനസ്സ് പൊട്ടുന്ന പോലെ തോന്നും. പിന്നെ നമ്മൾ പറയും, യാ അല്ലാഹ്, ആ ഒരു വാക്കിൽ തന്നെ എത്ര വേദനയുണ്ട്. യാ അല്ലാഹ്, എനിക്ക് കഴിയുന്നില്ല. യാ അല്ലാഹ്, ഞാൻ തളർന്നിരിക്കുന്നു. യാ അല്ലാഹ്, എന്നെ നീ കൈവിടരുതേ. സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്: നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ റബ്ബ് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കണ്ണുനീർ മറ്റാരും കാണാതിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. നമ്മുടെ മനസ്സിലെ വേദന മറ്റാർക്കും മനസ്സിലാകാതിരുന്നാലും അല്ലാഹു അറിയുന്നുണ്ട്. നമ്മുടെ ശബ്ദം പുറത്തു വരാതെ മനസ്സിൽ മാത്രം ഉയരുന്ന ദുആ പോലും അല്ലാഹു കേൾക്കുന്നുണ്ട്. ഈ സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമയെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. സ്വന്തം സഹോദരന്മാർ തന്നെ അദ്ദേഹത്തെ കിണറ്റിലിട്ടു. ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ കുട്ടി, ചുറ്റും ഇരുട്ട്, ആരും കൂടെയില്ല. സ്വന്തം സഹോദരന്മാർ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷേ അല്ലാഹു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനമായില്ല. പിന്നീട് അദ്ദേഹം അടിമയായി വിൽക്കപ്പെട്ടു. അവിടെയും പരീക്ഷണം. പിന്നീട് ജയിലിൽ, അവിടെയും പരീക്ഷണം. പക്ഷേ അല്ലാഹു അദ്ദേഹത്തെ കൈവിട്ടില്ല. ഒടുവിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനിക്കപ്പെട്ട സ്ഥാനത്തെത്തി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, കിണർ അവസാനമല്ലായിരുന്നു, ജയിൽ അവസാനമല്ലായിരുന്നു. ഇത് അല്ലാഹു എഴുതിയ വലിയ വിജയത്തിലേക്കുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കിണറുണ്ടെങ്കിൽ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് ചുറ്റും ഇരുട്ടാണെങ്കിൽ നിരാശപ്പെടരുത്. എല്ലാ വാതിലുകളും അടഞ്ഞതായി തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ പലപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കും, യാ അല്ലാഹ്, എന്തുകൊണ്ടാണ് എന്റെ ദുആ നീ സ്വീകരിക്കാത്തത്? പക്ഷേ അല്ലാഹു നമ്മോട് പറയുന്നത്, എന്റെ അടിമയെ, നീ ചോദിക്കുന്നതിലും നല്ലത് നിനക്കായി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അതായിരിക്കാം അല്ലാഹു പറയുന്നത്. നമുക്ക് ഭാവി അറിയില്ല, അല്ലാഹുവിനെ അറിയാം. നമുക്ക് ഒരു ദിവസത്തിനപ്പുറം കാണാൻ കഴിയില്ല. അല്ലാഹുവിന് നമ്മുടെ മുഴുവൻ ജീവിതവും കാണാൻ കഴിയും, അറിയാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനത്തിൽ വിശ്വസിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു ദിവസം ഈ ലോകം വിട്ടുപോകും. നമ്മുടെ പണം കൂടെ ഉണ്ടാകില്ല, നമ്മുടെ വീട് കൂടെ ഉണ്ടാകില്ല, നമ്മുടെ വാഹനം കൂടെ ഉണ്ടാകില്ല, നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഖബറിന്റെ അരികിൽ നിന്ന് മടങ്ങിപ്പോകും. നമ്മോടൊപ്പം ആരാണ് ഉണ്ടാവുക? നമ്മുടെ അമലുകളാണ്, നമ്മുടെ നമസ്കാരം, നമ്മുടെ സ്വതഖ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ നല്ല പ്രവർത്തികൾ. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. ഇന്ന് തന്നെ അല്ലാഹുവിലേക്ക് മടങ്ങി വരാം. എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും തൗബ ചെയ്യാം. എത്ര നമസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നിസ്കരിച്ചു തിരിച്ചു നിൽക്കാം. എത്ര വർഷം ഖുർആനിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരു ആയത്തെങ്കിലും നമുക്ക് പാരായണം ചെയ്തു തുടങ്ങാം. എത്ര പേരോട് പിണങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യം നമ്മൾ തന്നെ സമാധാനത്തിനായി കൈനീട്ടാം. മരണം വരുന്നതിന് മുമ്പ് ഇറങ്ങി വരാനുള്ള അവസരമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.
നമ്മൾ ഖബറിൽ കിടക്കുകയാണ്. ലോകം മുഴുവൻ പിന്നിലായി. നമ്മുടെ പേരിൽ ആളുകൾ സംസാരിക്കുന്നു. പക്ഷേ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഫോൺ അവിടെയില്ല, നമ്മുടെ സമ്പത്ത് അവിടെയില്ല, നമ്മുടെ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും അവിടെയില്ല. നമ്മളുടെ അമലുകൾ മാത്രമാണ് അവിടെയുള്ളത്. അന്ന് നമുക്ക് ഒരു അവസരം കൂടി ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു നമസ്കാരം കൂടി, ഒരു സജ്ദ കൂടി, സദഖ കൂടി, ഒരു അസ്തഗ്ഫിറുല്ലാഹ് കൂടി, ഒരു നല്ല പ്രവൃത്തി കൂടി, ഒരു തൗബ കൂടി. പക്ഷേ ഇന്ന് അവസരം ഉണ്ടായിരിക്കില്ല. അവസരം ഇന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. അല്ലാഹ്, ഇനി ഞാൻ നിന്നെ മറക്കില്ല. സന്തോഷം വന്നാൽ നിന്നെ ഓർക്കും, ദുഃഖം വന്നാൽ നിന്നിലേക്ക് ഓടി വരും. പ്രയാസം വന്നാൽ നിന്നിൽ വിശ്വസിക്കും. പാപം സംഭവിച്ചാൽ ഉടൻ തൗബ ചെയ്യും. എല്ലാവരും എന്നെ വിട്ടുപോയാലും നീ എന്നെ കൈവിടരുതേ യാ റബ്ബേ. എനിക്ക് ലോകം മുഴുവൻ വേണ്ട, നിന്റെ തൃപ്തി മാത്രം മതി. എനിക്ക് വലിയ സമ്പത്ത് വേണ്ട, ഹലാൽ ഉപജീവനം മതി. എനിക്ക് വലിയ പേര് വേണ്ട, നീ എന്നെ സ്വീകരിച്ചാൽ മതി. എനിക്ക് നീണ്ട ജീവിതം മാത്രം വേണ്ട, ഈമാനോടെയുള്ള ജീവിതം മതി. എന്റെ അവസാന ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്ന ഭാഗ്യം മാത്രം മതി. അല്ലാഹ്, ഞങ്ങളുടെ മനസ്സുകളിലെ വേദനകളെ നീ അറിയുന്നവനാണ്. പറയാൻ കഴിയാത്ത ദുഃഖങ്ങൾ നീ അറിയുന്നവനാണ്. രാത്രിയിൽ ഒറ്റയ്ക്ക് കരഞ്ഞ കണ്ണുനീർ നീ കണ്ടവനാണ്. ഞങ്ങളുടെ തെറ്റുകൾ നീ അറിയുന്നു, ഞങ്ങളുടെ ദൗർബല്യങ്ങൾ നീ അറിയുന്നു റബ്ബേ. എന്നിട്ടും ഞങ്ങളെ ഇന്നും ജീവനോടെ വെച്ചിരിക്കുന്നു. നിന്റെ കരുണയാണ് യാ അല്ലാഹ്. ഞങ്ങളെ കൈവിടരുതേ റബ്ബേ. ഞങ്ങളുടെ മനസ്സുകളെ ഈമാനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ. കുടുംബ ആതിഥ്യമുള്ളവർക്ക് ആശ്വാസം നൽകണേ അല്ലാഹ്. നിരാശയായവർക്ക് പ്രതീക്ഷ നൽകണമേ റബ്ബേ. തെറ്റിപ്പോയവർക്ക് തിരിച്ചു വരാനുള്ള വഴി കാണിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ അവസാന നിമിഷം എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബർ പ്രകാശമാക്കണേ അല്ലാഹ്. നിന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. സ്വർഗ്ഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.